സയ്യിദ് മുർസിയെ നമ്മൾ ഓർക്കുന്നത് ഇവിടെയാണ്. വെറും ഒരു വർഷം അദ്ദേഹം ഭരിച്ചിട്ടുള്ളൂ. അറബ് ലോകത്ത് ജനാധിപത്യം ഇല്ലാത്തത് എന്താണെന്ന് അന്തിച്ചർച്ചകളിൽ 40 വട്ടം ചോദിക്കുന്നവര് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട മുർസിയെ പണം കൊടുത്ത് അട്ടിമറിച്ചു. ജനാധിപത്യമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ എന്തിനു മുർസിയെ അട്ടിമറിച്ചു? അവർക്കറിയാം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഒരു തവണയെങ്കിലും ഇലക്ഷൻ നടന്നാൽ ഇസ്ലാമിസ്റ്റുകൾ വിജയിക്കും. അപ്പൊ അതുകൊണ്ട് എല്ലാ രാജാക്കന്മാരെയും കുടിയിരുത്തിയത് അവരാണ്. എന്നിട്ട് ഇപ്പുറത്തൊന്ന് ചോദിക്കാണ് ജനാധിപത്യം എന്താ ഇല്ലാത്തത്? നിങ്ങൾക്കാണ് വേണ്ടാത്തത്. അപ്പൊ മുർസി തെരഞ്ഞെടുപ്പിലൂടെ വന്നു, ഓടളക്കി വന്നതല്ല, അതിക്രമത്തിലൂടെ വന്നതല്ല, തെരഞ്ഞെടുത്ത് ജയിച്ചു വരാൻ ഒറ്റ വർഷേ ഭരിച്ചിട്ടുള്ളൂ. അവിടേക്ക് വെറും വെള്ളവും ഭക്ഷണമല്ല അദ്ദേഹം കൊടുത്തത്, അല്ലെങ്കിൽ പോസ്റ്റർ ഞങ്ങൾ അവരോടൊപ്പമാണെന്നുള്ള പോസ്റ്റർ അല്ല അടിച്ചത്. ഒരൊറ്റ സംഭവം നടന്നപ്പോഴേക്ക് ഇവിടെയുള്ള വിദേശകാര്യ മന്ത്രി, സൈനിക മന്ത്രി നേരെ ഗസയിൽ പോയി ഇറങ്ങാൻ. അതുപോലെ തന്നെ അവരെ സഹായിക്കാൻ വേണ്ടി തുർക്കി, മലേഷ്യ രാജ്യങ്ങളുടെ പ്രതിനിധികൾ കൂടാൻ. അവർ ഫലസ്തീനിലെ പോരാളി സംഘങ്ങളെ സഹായിക്കുന്നു. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കാൻ അവർ തയ്യാറായി. അവർ മനസ്സിലാക്കി ഒരിക്കലും ഗസയെ ഞങ്ങൾ ഒറ്റക്ക് വിടുകയില്ല എന്ന് പറയുന്ന ഒരു ഭരണാധികാരി മുസ്ലിം രാജ്യങ്ങളിൽ വന്നാൽ തീരാവുന്ന പ്രശ്നമേ ഫലസ്തീനിലുള്ളൂ. അതുകൊണ്ട് മുർസിയെ അട്ടിമറിക്കണം. എന്താണ് ഇത്ര ധൃതി എല്ലാവർക്കും? നമ്മളുടെ കൂട്ടത്തിൽ 2 രാജ്യങ്ങളെ സഹായിച്ചു. ഹമാസ് വിജയിക്കണമെന്നോ ഗസക്കാര് ഈ രീതിയിൽ വിജയിക്കണമെന്നോ അബുദാബിയിലെ കുബേരനോ റിയാദിലെ കുമാരനോ ആഗ്രഹമില്ല എന്നുള്ളതാണ് ഇതിന്റെ യഥാർത്ഥ പ്രശ്നം. അവരാണ് പണം കൊടുത്തത്, അവരാണ് മുർസിയെ അട്ടിമറിച്ചത്. ഒറ്റ വർഷം കൊണ്ട് അട്ടിമറിച്ചു. ഗസയെ ഞങ്ങൾ ഒറ്റക്കാക്കുകയില്ലെന്ന് പറയുന്ന ഒരു ഭരണാധികാരി വരികയും റഫ അതിർത്തി തുറക്കുകയും ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഫലസ്തീനിലുള്ളൂ. അതല്ലാതെ ഒരു നൂറ്റാണ്ട് കാലം കൊണ്ടു നടക്കേണ്ട ഒരു പ്രശ്നവും ഫലസ്തീനിലില്ല. അവർക്ക് വേണ്ട ഏജന്റുമാരെ ഈ രാജ്യങ്ങൾ ഇരുത്തിയിരിക്കുന്നു. ഒരു ഏജന്റ് പോയി, ബഷാർ അസദ്. അഹമ്മദ് ഷറ വന്നു, പക്ഷെ സുസ്ഥിരത നേടി എന്ന് പറയാറായിട്ടില്ല. ഇനി ഈജിപ്തിലും നീതിയുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു വ്യക്തി ഇപ്പൊ ഉള്ള അവരുടെ ഏജന്റായ സിസിക്ക് പകരം വന്നാൽ, മറ്റുള്ള ബാഹ്യമായ സാഹചര്യങ്ങൾ ഉപദ്രവകരമാകാതിരുന്നാൽ, അനുകൂലമാകണമെന്ന് പോലും പറഞ്ഞു, ഇവരെല്ലാം കൂടെ അവധിക്ക് അങ്ങോട്ടും പോയി തന്നാൽ തന്നെ മതി. എന്നാൽ തന്നെ ഫലസ്തീനിലെ മക്കൾ ഈ പ്രശ്നം പരിഹരിക്കുക തന്നെ ചെയ്യും. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഹദീസാണ്, ലാ യദുറുഹും മൻ ഖാലഫഹും വലാ മൻ ഖദലഹും. അവരോട് എതിരിടുന്ന ആളുകൾ, ഖാലഫഹും എതിരാളികൾ, ശത്രുക്കൾ, വലാ മൻ ഖദലഹും കൂടെ നിന്ന് അവരെ കൈയൊഴിയുന്ന ആളുകളും അവർക്ക് പ്രശ്നമല്ലെന്ന് പറഞ്ഞു. ഇപ്പൊ കൂടെ നിന്ന് കൈയൊഴിയുന്ന, ഞങ്ങൾ അവരോടൊപ്പമാണെന്ന് പോസ്റ്റടി വിഭാഗത്തെ അവരോടൊപ്പവും, ബാക്കി സാമ്പത്തിക, വാണിജ്യ, സൈനിക ബന്ധങ്ങളെല്ലാം ശത്രുക്കളോടൊപ്പം ആക്കുന്ന ചില ഏജന്റുമാർ മുസ്ലിം രാജ്യങ്ങളിൽ ഉള്ളതാണ് ഫലസ്തീൻ പ്രശ്നത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി.